ഭക്ഷണശാലകൾക്ക് മുന്നിൽ ഹോട്ടലുടമയുടെ പേര് പ്രദർശിപ്പിക്കേണ്ടതുണ്ടോ? കാവഡ് യാത്രയുടെ മറവിൽ യോഗി ആദിത്യനാഥ് ഒളിപ്പിച്ചു വെക്കുന്ന അജണ്ടയെന്ത്? സുബീഷ്, ശ്രാവണ പുണ്യമാസത്തിൽ ശിവഭക്തർ നടത്തുന്ന തീർത്ഥാടന യാത്രയാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഒരു വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. അതായത് ഈ ശിവഭക്തർ അവർ ഹരിദ്വാർ, ഗോമുഖ്, ഗംഗോത്രി എന്നിവിടങ്ങളിലെത്തി അവിടെ നിന്ന് ഗംഗാജലം ശേഖരിച്ച് അത് നാട്ടിലെ ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി അഭിഷേകം നടത്തുന്ന ചടങ്ങ്. ആ ചടങ്ങ് തീർത്ഥാടന യാത്രയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകുകയാണ്. അതായത് 22-ാം തീയതി തുടങ്ങുകയാണ്. ഇതോടനുബന്ധിച്ച് ഉത്തർപ്രദേശിലെ മുസഫർ നഗർ പോലീസ് ഇറക്കിയ ഒരു ഉത്തരവാണ് ഇതിനകം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പോലീസിന്റെ ഉത്തരവ് എങ്ങനെയായിരുന്നു? ഈ തീർത്ഥാടകർ കടന്നു പോകുന്ന വഴികളിലെ ഹോട്ടലുകളിൽ അവരുടെ ഹോട്ടൽ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണം, അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഉത്തരവിൽ എന്താണ് കുഴപ്പം? ഹോട്ടലുകളിലും കടകളിലും തട്ടുകടകളിൽ പോലും അതിൻ്റെ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിലൊരു തെറ്റും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. നമ്മുടെ തൊട്ടടുത്ത പലചരക്ക് കടയിൽ പോയാൽ തന്നെ അവിടെ അവരുടെ പേരൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം, ആ ചുമരിൽ പതിപ്പിച്ചിരിക്കുന്ന നമുക്ക് കാണാം. പക്ഷേ ഈ ഉത്തർപ്രദേശിൽ ഇത് വിവാദമായതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിലെ പോലീസ് ഉത്തരവ് തന്നെയാണ് ഇതിലെ ആ ഉത്തരവ് നോട്ടീസിൽ പറയുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രശ്നമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. ശ്രാവണ പുണ്യമാസം തീർത്ഥാടകർക്കത് വ്രതകാലമാണ്. അപ്പോൾ നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകൾ മാത്രം ആശ്രയിക്കുന്ന തീർത്ഥാടകരുണ്ട്. ആ തീർത്ഥാടകർക്ക് ആശങ്ക കൂടാതെ ഭക്ഷണം കഴിക്കാനുള്ള വെജ് ഹോട്ടൽ തീർത്ഥാടകരുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആശങ്ക പോലുമില്ലാതെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇടം വേണം. എങ്കിൽ പിന്നെ വെജ് ഹോട്ടൽ അല്ലെങ്കിൽ നോൺ വെജ് ഹോട്ടൽ എന്ന് എഴുതി വെച്ചാൽ മതി. അത് ഈ ഒരു ശ്രാവണ മാസത്തിൽ തീർത്ഥാടകർ പോകുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക ഉത്തരവിറക്കുന്നതിന് പിന്നിലെ ദുരുദ്ദേശം കൂടി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ സഹറാൻപൂർ മേഖലയിലെ DIG അജയ് കുമാർ സാഹ്നിയുടെ പ്രതികരണവും ഈ ഒരു ദുരുദ്ദേശമുണ്ട് ഇതിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന ചില പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തീർത്ഥാടകർ പോകുന്ന വഴിയിലെ ഹോട്ടലുകളിൽ അവർ കഴിഞ്ഞ തവണയൊക്കെ നോൺ വെജ് വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന ഹോട്ടലുകളിലൊക്കെ ഈ തീർത്ഥാടകർ കയറി അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾ മറ്റൊരു മതവുമായി ബന്ധപ്പെട്ട പേരിൽ ഹോട്ടലുകൾ തുടങ്ങുന്നു, അതും തെറ്റിദ്ധരിക്കപ്പെട്ട് ആളുകൾ കയറുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ കൂടി വന്നപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ പുറത്തു വരുന്നത്. അങ്ങനെ മതവും പേരും നോക്കിയാണോ ഈ ഹോട്ടലുകളിലൊക്കെ ആളുകൾ കയറുക? സാധാരണ നമുക്കൊക്കെ പതിവുണ്ട്, നമ്മളങ്ങനെ ആളുകളുടെ ഓണർ ആരാണ്, അല്ലെങ്കിൽ ഇവർ പാചകം ചെയ്യുന്ന ആളുകൾ ഇന്ന മതത്തിൽപ്പെട്ടവരാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ഹോട്ടലുകളിൽ കയറുക. അങ്ങനെയൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നോട്ടീസും അവരുടെ പ്രതികരണവും ഒക്കെ ഇത്തരത്തിലുള്ളൊരു ദുസ്സൂചനകൾ നൽകുന്ന പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനാൽ തന്നെയാണ് ഇത് വിവാദമായത്. BJPയുടെ സഖ്യകക്ഷികൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ചിരാഗ് പാസ്വാനും RLDയും ഒക്കെ ഈ ഒരു ദുരുദ്ദേശം അല്ലെങ്കിൽ ജനങ്ങളെ ഇങ്ങനെ വർഗീയമായി പാടില്ല എന്ന സന്ദേശവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. BJPയിൽ തന്നെ മുക്താർ അബ്ബാസ് നഖ്വി തന്നെ ഇതിനെതിരെ നേരിട്ട് രംഗത്ത് എത്തിയിരുന്നു. അത് യോഗിയെ നേരിട്ട് അദ്ദേഹം വിമർശിച്ചില്ലെങ്കിൽ പോലും ആ പ്രദേശത്തെ പോലീസുകാർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ കുറെ കൂടി സംയമനം അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. സുബീഷ്, എന്ത് തോന്നുന്നു? അല്ല, ഇതിൽ ദുരുദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സരുൺ. ഇപ്പോൾ ഈ കാവഡ് യാത്ര എന്താണ് എന്നുള്ളത് സരുൺ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതെന്താ സംഭവം എന്ന് ഒരു സംശയം ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ തോന്നും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ ലളിതമായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ ഈ ശബരിമല തീർത്ഥാടനം നടക്കുന്നുണ്ടല്ലോ. ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്ന് ഒരുപാട് പേർ പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, ഇങ്ങോട്ട് വരുന്നു. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് തീർത്ഥാടകർ വരുന്നു. ആന്ധ്രയിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, തെലങ്കാനയിൽ നിന്ന്, ഇനിയിപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് പോലും അനേകം തീർത്ഥാടകർ, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കേരളത്തിലേക്ക് വരുന്നു. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലേക്ക് വരുന്നു. അവർ വരുന്നത് പല വഴികളിലൂടെയാണ്, പല ജില്ലകളിലൂടെയാണ്, പല പാതകളിലൂടെയാണ്. ഒരുപക്ഷെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് ശബരിമലയിലേക്ക് അവിടെ നിന്നും വാഹനം വിളിച്ച് പോകുന്ന തീർത്ഥാടകർ ഉണ്ട്. പത്തനംതിട്ട ജില്ലയിലാണ് ക്ഷേത്രം. സമീപ ജില്ലകളാണ് കോട്ടയം ജില്ല,
ഇടുക്കി ജില്ല ഒക്കെ സമീപ ജില്ലകളാണ്. ശരി, അവിടെ നിന്നെല്ലാം ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന പാതകൾ, അതിനിരുവശത്തും ആയിരക്കണക്കിന് ഭക്ഷണശാലകളുണ്ട്, ആയിരക്കണക്കിന് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയുണ്ട്. ശബരിമല വ്രതം നോറ്റുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകാൻ പുറപ്പെട്ട ഒരു തീർത്ഥാടകൻ അല്ലെങ്കിൽ ഒരു തീർത്ഥാടക സംഘം ഏതെങ്കിലും ഹോട്ടലിൽ തെറ്റിക്കയറി നോൺ വെജ് ഫുഡ് കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം അയാൾ ശബരിമല വ്രതം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കറിയാം നോൺ വെജ് ഫുഡ് കഴിക്കാൻ പാടില്ല. അത് വ്രതത്തിന് നിഷിദ്ധമാണ്, ശബരിമല തീർത്ഥാടകന് നിഷിദ്ധമാണ്. ഈ പോകുന്ന വഴിയിൽ ഹോട്ടൽ ഉടമകളുടെ പേരെവിടെയെങ്കിലും പ്രദർശിപ്പിച്ചിട്ടുള്ള ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ടോ? അബൂബക്കർ എന്നോ അല്ലെങ്കിൽ ജോസഫ് എന്നോ രാമൻ എന്നോ എഴുതിയ ഒരു ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഹോട്ടൽ ഉടമയുടെ പേര് പ്രദർശിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഹോട്ടൽ ശബരിമല തീർത്ഥാടകർ കടന്നു പോകുന്ന വഴിയിലുണ്ടോ? ഇല്ല. എന്നിട്ടും എന്തേ ഒരാളുടെ പോലും വ്രതം തെറ്റുന്നില്ല? അവർക്കറിയാം അവർ കഴിക്കേണ്ട ഭക്ഷണം ഏതാണെന്ന്. അയാൾ വിശ്വാസിയാണെങ്കിൽ അവിടെ എത്തും വരേക്ക്, ഇരുമുടിക്കെട്ട് അവിടെ താഴെ ഇറക്കി വയ്ക്കും വരേക്ക് താൻ വ്രതം തുടരേണ്ടതുണ്ട് എന്ന ബോധ്യം അയാൾക്കുണ്ടെങ്കിൽ, അയാൾ അങ്ങനെ ഒരു ഉത്തമ വിശ്വാസിയാണെങ്കിൽ, അയാൾ അങ്ങനെ ഒരു അയ്യപ്പ വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ ആ വ്രതം അയാൾ തെറ്റിക്കില്ല. കയറേണ്ട ഹോട്ടൽ ഏതാണ് എന്ന് അയാൾക്കുള്ളിൽ ഉണ്ടാകും. അതിപ്പോൾ പുറത്ത് ഹോട്ടൽ ഉടമയുടെ പേര് പ്രദർശിപ്പിച്ചില്ലെങ്കിൽ അയാളുടെ വ്രതചര്യ തെറ്റിപ്പോകുമോ? എന്ത് ഉഡായിപ്പാണത്? ഇവർ ഈ പറയുന്ന ന്യായീകരണം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അതായത് ഇതിന് നേരത്തെ സരുൺ പറഞ്ഞതുപോലെ വെജാണോ നോൺ വെജാണോ എന്ന് ബോർഡിൽ ഉണ്ടാകുമല്ലോ, പല ഹോട്ടലുകൾക്കും ഉണ്ടല്ലോ. അതുപോലെ എന്തിനാണ് ഈ ഹോട്ടൽ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കുന്നത്? അപ്പോൾ അതിന് പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. അത് പേരടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ആ ബോർഡുകൾക്ക് പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ട്. ആ ഒരു നിർദ്ദേശം മുസഫർ നഗർ പോലീസ് പുറത്തിറക്കുന്നു, അത് സർക്കാർ ശരിവെക്കുന്നു, യോഗി ആദിത്യനാഥ് ആവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒളിപ്പിച്ചു വെച്ച അജണ്ടയുണ്ട്. അതല്ലാതെ ഇപ്പോൾ അവിടേക്ക് ഗംഗാജലം ശേഖരിക്കാൻ വേണ്ടി പുറപ്പെട്ട ഒരു തീർത്ഥാടകൻ്റെ വ്രതചര്യ തെറ്റും അയാളുടെ വിശ്വാസം തെറ്റും എന്ന ഒരു സൽബുദ്ധി വെച്ചുകൊണ്ടോ സതുദ്ദേശം വെച്ചുകൊണ്ടോ അല്ല ഹോട്ടൽ ഉടമ ഹോട്ടലിന് മുന്നിൽ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് മുസഫർ നഗർ പോലീസ് പുറപ്പെടുവിക്കുന്നതും അത് യോഗി ആദിത്യനാഥ് സർക്കാർ ശരിവെക്കുന്നതും. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ആ ഉത്തരവിൽ അങ്ങനെ ഒരു ഉത്തരവ് ശരിവെച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് ശരിവെച്ചുകൊണ്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ ആ ഉത്തരവിൽ ഒരു വിഭാഗത്തിന്, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗത്തിന് സംശയം തോന്നുന്നുവെങ്കിൽ ആ സംശയം പരിഹരിച്ചുകൊണ്ട് വേണം, തീർത്തുകൊണ്ട് വേണം ആ ഭരണകൂടം മുന്നോട്ട് പോകാൻ. പോലീസാകട്ടെ ഭരണകൂടമാകട്ടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ആ ഉത്തരവിൽ സംശയം തോന്നുന്നുവെങ്കിൽ, ആ വിഭാഗത്തിന് ആ ഉത്തരവിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് കേൾക്കണം, അവരോട് ചോദിക്കണം, എന്താണ് നിങ്ങൾക്കിതിൽ സംശയം തോന്നാൻ കാരണം? അതാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൽ, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന തീരുമാനത്തിൽ ഉത്തരവിൽ സംശയമുണ്ടെങ്കിൽ അത് തങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് അപായകരമായ ഒന്നാണ് എന്ന ചിന്ത അവരിൽ ആ ഉത്തരവ് ഉണർത്തുന്നുവെങ്കിൽ, അങ്ങനെ ഒരു സംശയകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി ഗവൺമെൻറ് മാത്രമാണ്. ആ തീരുമാനം എവിടെ നിന്നുണ്ടാകുന്നു ആ കേന്ദ്രം മാത്രമാണ്. ആ സംശയവും ആ അതൃപ്തിയും തീർത്തുകൊണ്ടും പരിഹരിച്ചുകൊണ്ടും വേണം ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ. ഒരു തീരുമാനം എന്നുള്ളത് സംശയത്തിന് അതീതമാകണം. ഇവിടെ സംശയകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സരുൺ. അതിനാൽ തന്നെ ഇതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ സുബീഷ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് ഒരാളെ കുറിച്ച് പറയാം. അവിടെ മുസഫർ നഗറിലെ മീനാക്ഷി ചൗക്കിൽ അവിടെ കഴിഞ്ഞ 30 വർഷമായി ഉന്തുവണ്ടിയിൽ പഴങ്ങൾ വിൽക്കുന്ന ഒരു ഇക്ബാൽ അൻസാരി ഉണ്ട്. ആ ഇക്ബാൽ അൻസാരി കഴിഞ്ഞ 30 വർഷമായി അവിടെ പഴക്കച്ചവടം നടത്തുന്നു. തീർത്ഥാടകർ പോകുമ്പോൾ അവിടെ നിന്ന് പഴം വാങ്ങുന്നു. അൻസാരി കച്ചവടം നടത്തി വരുന്ന ആളാണ്. അദ്ദേഹത്തിനും കിട്ടി കഴിഞ്ഞ ദിവസം നോട്ടീസ്, ആ പേര് പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഈ കട ഞങ്ങൾ ഒഴിവാക്കും, അല്ലെങ്കിൽ ഈ ഉന്തുവണ്ടി ഞങ്ങൾ അവിടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇക്ബാൽ അൻസാരി ഏതായാലും അവിടെ കച്ചവടം തുടരാൻ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം ഈ തീർത്ഥാടകർ പോകുന്ന ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഡൽഹിയിൽ മകളുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടിനെയും ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായി പോയി. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല.
അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഇത്രേ കാലം ഇവിടെ കച്ചവടം ചെയ്തിട്ടും ഒരു തീർത്ഥാടകരുമായി ഞങ്ങൾക്ക് തർക്കിക്കേണ്ടി വന്നിട്ടില്ല, തിരിച്ചും അങ്ങനെ യാതൊരു അനിഷ്ട സംഭവങ്ങളും ഇതുവരെയും നടന്നിട്ടില്ല. അപ്പോൾ എന്തിനാണ് ഞങ്ങളെ സംശയിക്കുന്നെന്ന തരത്തിലുള്ള ചില ആശങ്കകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഈ കാലങ്ങളായി കച്ചവടം ചെയ്യുന്നവർ, അവർക്കൊക്കെ ഈ അവരുടെ പേര് പ്രദർശിപ്പിച്ച് അവരെ മാറ്റി നിർത്തുകയാണോ എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുകയാണ്. അതിന് ആരാണ് കൂട്ടുനിൽക്കുന്നത്? ഭരണകൂടം തന്നെയാണ് കൂട്ടുനിൽക്കുന്നത്. സരുൺ, ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ഇത് മാത്രമല്ലല്ലോ പ്രശ്നം, ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? ഇപ്പോൾ യു പിയിലാണ് ഈ കഥ സംഭവിക്കുന്നത്. യോഗി ആദിത്യനാഥ് നേതൃത്വം നൽകുന്ന, യോഗി ആദിത്യനാഥ് നയിക്കുന്ന BJP സർക്കാർ ആണ്. കേന്ദ്രത്തിൽ NDA സർക്കാരിലെ മുഖ്യ കക്ഷി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് BJP ആണ്. BJP ഗവൺമെൻറ് ആണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എങ്കിലും NDA ഗവൺമെൻറ്റിലെ NDA എന്ന് പറയുന്ന ആ സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണ്. ആ സർക്കാരിലെ പ്രമുഖരാണല്ലോ കേന്ദ്രമന്ത്രിമാർ. ആ കൂട്ടത്തിലെ ഒരു കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞ പ്രസ്താവന എന്താണ്? ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം, വിഭജനത്തിന് ശേഷം മുസ്ലിങ്ങളെ ഇന്ത്യയിൽ തുടരാൻ അനുവദിച്ചത് തെറ്റായിപ്പോയി എന്നാണ്. എല്ലാ മുസ്ലിങ്ങളെയും പാകിസ്ഥാനിലേക്ക് അന്നേ അയച്ചിരുന്നു എങ്കിൽ വിവാദമായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാകില്ലായിരുന്നു, അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിലെ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആണ്, BJP-കാരനാണ്. അപ്പോൾ ഇത്രയും അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. ഇത് എന്തിനുള്ള പ്രതികരണമായിട്ടായിരുന്നു? എന്തിനുള്ള മറുപടിയായിട്ടായിരുന്നു? ഇവിടെ ഈ സൂര്യ നമസ്കാരവും സരസ്വതി പൂജയും ഒക്കെ കുട്ടികളിൽ അടിച്ചേൽപ്പിച്ച വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുകയാണ് എന്ന് ജാമിയത്ത് ഉലമ ഇ ഹിന്ദ് പറഞ്ഞ ഒരു പരാമർശത്തിനുള്ള മറുപടിയായിട്ടാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞത്. ഇനി അപ്പുറത്ത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞ എന്താണ്? അസമിൽ മുസ്ലിം ജനസംഖ്യ 10 വർഷം കൊണ്ട് 30% കൂടിയിരിക്കുന്നു. 2041 ആകുമ്പോഴേക്കും മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി അസം മാറും. ആയതിനാൽ, ഇനി പറയുന്നതാണ് അപകടം, ആയതിനാൽ അസമിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കും എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും വരുന്നു. ഇത് ഗവൺമെൻറ്റിന് ലീഡ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിലപാടോ നയമോ ആയി വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? ഇതല്ല ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിലപാടും നയവും എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി തിരുത്തിയിട്ടില്ലല്ലോ. JP നഡ്ഡ തിരുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതുവരേക്കും ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃസ്ഥാനത്തുള്ള ഒരാൾ പോലും തിരുത്തിയിട്ടില്ല എന്നിരിക്കെ ഈ ഗവൺമെൻറ് ലീഡ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു, ചിന്തിക്കുന്നു എന്ന വ്യാഖ്യാനം വന്നാൽ എന്താണ് തെറ്റ്? എന്താണ് കുഴപ്പം? ആ വിഭാഗത്തിന് സംശയകരമാണ് ഈ നീക്കങ്ങൾ. അതുകൊണ്ടാണ് ആ സംശയം തീർത്തുകൊണ്ട് വേണം ഗവൺമെൻറ് മുന്നോട്ട് പോകാനെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. സുബീഷ്, ഈ മുസഫർ നഗർ എന്ന് പറയുന്ന മേഖല, അത് നമ്മളെ സംബന്ധിച്ച് അപരിചിതമായിട്ടൊരു മേഖലയല്ല. കഴിഞ്ഞ 10 വർഷം മുമ്പ് മുസഫർ നഗറിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്നും ഭീതിയോടെയുണ്ട്. അവിടെ 40% മുസ്ലിം ജനസംഖ്യയുള്ള മേഖലയാണത്. അവിടെ മുസഫർ നഗറിൽ ഒരു യുവതിയുടെയും യുവാവിൻ്റെയും പേരിൽ അവർ തമ്മിലുണ്ടായ തർക്കമാണ് വലിയ കലാപത്തിലേക്ക് നീങ്ങിയതും അതിപ്പോഴും നമ്മുടെ മനസ്സിൽ തീരാത്ത മുറിവായി നിൽക്കുന്നതും. അത് പിന്നീട് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലാണ് 2014 BJP ഉത്തർപ്രദേശിൽ വലിയ വിജയം നേടുന്നൊരു സാഹചര്യമുണ്ടായി. 2019 അത് ആവർത്തിച്ചു. പക്ഷേ ഇത്തവണ BJPക്ക് അവിടെ കാലിടറി. ഇനി മുസഫർ നഗറിൽ മാത്രമല്ല, ഗൗതം ബുദ്ധ നഗറിൽ അവിടുത്തെ പോലീസും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതിൽ പറയുന്നത് 37 കിലോമീറ്റർ തീർത്ഥാടന വഴികളിൽ അവിടെ 67 ഇറച്ചിക്കടകൾ, അല്ലെങ്കിൽ ഇറച്ചി വിൽക്കുന്ന അല്ലെങ്കിൽ നോൺ വെജ് വിൽക്കുന്ന കടകളാണ് അവിടെ അടപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ 64 മദ്യശാലകളുണ്ട് ഈ വഴിയിൽ തന്നെ. ഈ മദ്യശാലകൾ അടച്ചിട്ടില്ല. അവിടെ ഒരു സമയക്രമീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീർത്ഥാടകർ കാണണ്ട എന്ന് പറഞ്ഞ് അവിടേക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കിട്ടാൻ കണ്ടാലെന്താ പ്രശ്നം? അപ്പോൾ അല്ല, വ്രതം വേണം, അവിടെ എത്തുന്നവരേക്ക് തൻ്റെ വ്രതം മുടങ്ങാൻ പാടില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസി അത് കണ്ടാലെന്താ പ്രശ്നം? അത് അവിടെ ഷീറ്റിട്ട് മറയ്ക്കാനാണ് അവിടെ പോലീസിൻ്റെ ഉത്തരവ്. പക്ഷേ അവിടെ ആ പോലീസ് ചെയ്ത ചില നടപടികൾ, ഈ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വാഭാവികമായും പോലീസ് കൈക്കൊള്ളും. CCTV ക്യാമറകൾ സ്ഥാപിക്കണം, തീർത്ഥാടകർക്ക് ആവശ്യമായ
പ്രാഥമിക സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, സ്പെഷ്യൽ ബസ്സുകളൊക്കെ കൊടുക്കണം. അതിന് പുറമെ ഇത്തരത്തിൽ ഉള്ള ചില ദുരുദ്ദേശമെന്ന് തോന്നുന്ന ചില ഉത്തരവുകൾ കൂടി ഇതിൻ്റെ മറവിൽ ഇറക്കുമ്പോഴാണ് നമുക്ക് സംശയം തോന്നുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഈ ഉത്തർപ്രദേശിൽ 10 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടി വേണം നമുക്കിത് കാണാമെന്ന് തോന്നുന്നു. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ തിരിച്ചടിയാണ്. അതിനെ മറികടക്കാൻ BJPയും യോഗി ആദിത്യനാഥും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വിവാദം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. മാത്രമല്ല, എൻ്റെ ഒരു സംശയം എന്നുള്ളത്, ഇപ്പോൾ ഈ തനിക്കെതിരെ BJPയിൽ നടക്കുന്ന ഒരു കരുനീക്കമുണ്ടല്ലോ യോഗി ആദിത്യനാഥിനെതിരെ. യോഗിയെ എന്തായാലും മോദി തെറിപ്പിക്കും എന്ന കാര്യത്തിൽ ഇനി സംശയിക്കാനൊന്നുമില്ല. കെജ്രിവാൾ സൂചന നൽകി. കെജ്രിവാൾ അന്നേ അത് പറഞ്ഞതാണ്, അന്നേ ബോംബ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ തനിക്കെതിരായ BJPയിലെ ഈ കരുനീക്കത്തെ ഫലപ്രദമായി നേരിടാൻ വേണ്ടി കാവഡ് യാത്രയെ വർഗീയമായി സമൂഹത്തിൽ ഒരു വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ശ്രദ്ധ അതിലേക്ക് കൊണ്ടുപോകാൻ യോഗി ആദിത്യനാഥ് മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം കൂടി എനിക്കുണ്ട്. കാരണം 6 കാരണങ്ങൾ നിരത്തിക്കൊണ്ട് പാർട്ടിക്കകത്തെ ആഭ്യന്തര വിശകലന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി കേന്ദ്ര നേതൃത്വത്തിന് അയച്ചത്. ഭൂപേന്ദ്ര ചൗധരിയും പിന്നെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും കൂടി വിശദമായി ഈ റിപ്പോർട്ട് അയച്ചതിന് പിന്നാലെ കാര്യങ്ങളൊക്കെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. യോഗിയെ അവിടെ നിന്ന് തെറിപ്പിക്കണമെന്നുള്ളത് മോദിയുടെ കൂടി ആവശ്യമാണ്. അപ്പോൾ ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള ഒരു പരിചയമായി ഈ ഒരു കാർഡ് യോഗി ആദിത്യനാഥ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ഉണ്ട്. രണ്ടാമത്തേത്, ഇപ്പോൾ നേരത്തെ സരുൺ പറഞ്ഞു നിർത്തിയ 10 നിയമസഭാ സീറ്റുകളിലേക്കാണ് യു പിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഈ 10 നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും അതീവ നിർണായകമാണ്. അവിടെ കൂടി ഒരു തിരിച്ചടി ഉണ്ടായാൽ ഉറപ്പാണ് യോഗി തെറിക്കും. അപ്പോൾ അവിടെയും ഈ സമൂഹത്തിലൊരു ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് അതെക്കാലത്തും BJPയുടെ ഒരു തന്ത്രം അതായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചീറ്റിപ്പോയതാണ് ഹിന്ദുത്വ എന്ന കാർഡ് വെച്ചുകൊണ്ടുള്ള ഈ കളി. പക്ഷേ അതേ കാർഡ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് എത്രമാത്രം വിജയിക്കും, അതോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലുള്ള തിരിച്ചടി ഈ 10 നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും യോഗിക്ക് നേരിടേണ്ടി വരുമോ, BJPക്ക് നേരിടേണ്ടി വരുമോ എന്ന ചോദ്യത്തിനു കൂടി ഉത്തരം കിട്ടാൻ പോവുകയാണ്, അല്ലേ? സുബീഷ്, ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യുമ്പോൾ പോലും മറ്റൊരു സമൂഹത്തിൻ്റെ ഉള്ളിൽ സമൂഹത്തെ സംശയ മുൾമുനയിൽ നിർത്തുക അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക എന്നൊരു ദുരുദ്ദേശം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ഇത്തരം സംശയങ്ങളൊക്കെ വരുന്നത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇക്ബാൽ അൻസാരി ഒക്കെ അവസാനം അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നത് രാജ്നീതി ഹേ ഐസി ഹേ ഹം ക്യാ കരെ, പൊളിറ്റിക്സിന് വേണ്ടി ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യും, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് നിസ്സഹായനായി ഒരു വിഭാഗം ചോദിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ദുരുദ്ദേശപരമായ ഉത്തരവുകളൊക്കെ ഈ ഭരണകൂടം തന്നെ ഇറക്കുമ്പോൾ അത് ഒരു സമൂഹത്തെ മുഴുവൻ സംശയ നിഴലിലാക്കും, അല്ലെങ്കിൽ അവരെ കൂടി ഉൾക്കൊണ്ടുള്ള ഭരണമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിൽ മറ്റൊരു തർക്കവുമില്ല. ശരി, രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾക്കൊക്കെ അപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യും എന്ന ഒരു വിഭാഗത്തിന് നിസ്സഹായമായ ചോദ്യത്തിനു കൂടിയാണ് ഉത്തർപ്രദേശ് ഭരണകൂടം മറുപടി നൽകേണ്ടത്.